പള്ളിമേടയിൽ ഡേവിഡ്സൺ അച്ഛനെ കാത്തിരിക്കുമ്പോഴും ഹരിയുടെയും രാജേഷിന്റെയും മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ഹരി, കുറെ നേരമായോ വന്നിട്ട്? ഡേവിഡ്സൺ അച്ഛൻ വരുന്നത് കണ്ട് രണ്ടാളും എണീറ്റു. ഇല്ല ഫാദർ, 20 മിനിറ്റ്, അത്രേ ആകൂ. ഫാദർ, ഇത് രാജേഷ്, എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നു. അച്ഛൻ കണ്ണട നേരെ വെച്ച് രാജേഷിനെ നോക്കി. ഹാ, കൂടെ വന്നൊരാളെ പുറത്തു നിർത്തിയിട്ടാ വന്നതല്ലേ രണ്ടാളും? അച്ഛൻ ചിരിയോടെ പറഞ്ഞു. രാജേഷും ഹരിയും മുഖത്തോട് മുഖം നോക്കി. ഇല്ല ഫാദർ, ഞങ്ങൾ രണ്ടാളും മാത്രമേ വന്നിട്ടുള്ളൂ. ഫാദർ തന്റെ നരച്ച താടിയൊന്ന് തടവി പുറത്തേക്ക് കണ്ണുകൾ പായിച്ചു. ആ കണ്ണുകളൊന്ന് കുറുകി. ഒരാൾ കൂടിയുണ്ട്, അതു പക്ഷേ ഒരാത്മാവാണെന്നു മാത്രം. കർത്താവിന്റെ പ്രഭാവലയം ഈ പള്ളിയങ്കണത്തിന് ചുറ്റും ഉള്ളതുകൊണ്ടാണ് അതിന് നിങ്ങൾക്കൊപ്പം അകത്തേക്ക് വരാൻ കഴിയാത്തത്. രണ്ടാളും പകപ്പോടെ അച്ഛനെ നോക്കി. ഫാദർ, ഞങ്ങൾ വന്നതും അങ്ങനെയൊരു കാര്യം അങ്ങയോട് പറയാനാണ്. മുത്തശ്ശന്റെ മരണശേഷം എന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഫാദറിനോടാണ്. ഇപ്പോൾ ഞാനൊരു കൺഫ്യൂഷനിലാണ്. വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ. ഹരി പറഞ്ഞു നിർത്തി. അച്ഛൻ അവനരികിലേക്ക് വന്നു. രണ്ടാളും വാ, നമുക്ക് പ്രാർത്ഥന മുറിയിലിരിക്കാം. തന്റെ ഊന്നുവടി കയ്യിലെടുത്ത് ഡേവിഡ്സൺ അച്ഛൻ മുന്നേ നടന്നു. പിന്നാലെ രാജേഷും ഹരിയും. റൂമിലെത്തിയ അച്ഛൻ അവരോട് ഇരിക്കാൻ പറഞ്ഞു. രണ്ടാളും അച്ഛൻ അഭിമുഖമായിട്ടിരുന്നു. ഹരി, നിന്റെ മുത്തച്ഛൻ മഹാമാന്ത്രികനായിരുന്നു എന്ന് നിനക്കും അറിയാവുന്നതല്ലേ? ആ മന്ത്രസിദ്ധി നിനക്ക് നൽകണമെന്നായിരുന്നു നിന്റെ മുത്തശ്ശന്റെ ആഗ്രഹം. പക്ഷെ നിനക്കതിലൊന്നും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നെ കാണാൻ വരുമ്പോഴെല്ലാം നിന്റെ മുത്തശ്ശൻ നാരായണക്കുറുപ്പ് ഈ കാര്യങ്ങൾ എന്നോട് പറയും. അവന്റെ കാലശേഷം ഈ മന്ത്രതന്ത്രങ്ങളൊന്നും ചെയ്യാനും പഠിക്കാനും ആരുമില്ലെന്നുള്ള വിഷമം. നിന്റെ കയ്യിലെ ഈ ലോക്കറ്റ് അതീവ ശക്തിയുള്ളതാണ്. ഇത് കയ്യിലുള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും നിന്നെ ഒന്നും ചെയ്യാനാകില്ല. മാത്രമല്ല, ഇതുപയോഗിച്ച് നിനക്കവയെ നിയന്ത്രിക്കാനുമാകും. പക്ഷെ മന്ത്രതന്ത്രങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നിനക്ക് താല്പര്യവുമില്ല. എന്നാൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഈ അനുഭവം നിന്നെ എന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ്, അല്ലേ? നമുക്ക് ചുറ്റും അവിശ്വസനീയമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും ആരും വിശ്വസിക്കില്ല, ഇല്ലേ? രണ്ടാളും തലകുലുക്കി. ഫാദർ, ഹരി വിളിച്ചു. ഞങ്ങൾ ഇവിടെ വന്നത് ഒരു കേസ് അന്വേഷണത്തിനായിട്ടാണ്. വന്ന അന്നു മുതൽ എന്തോ ഞങ്ങളുടെ കൂടെയുണ്ടെന്നൊരു ഫീൽ. ഒരു പയ്യന്റെ മിസ്സിംഗ് കേസാണ്. ഫാദർ ന്യൂസിലൊക്കെ കണ്ടു കാണുമല്ലോ, ആദിത്യ കേസ്. ഒരു പക്ഷേ അവൻ കൊല്ലപ്പെട്ടു കാണുമോ? അവന്റെ ആത്മാവാകുമോ ഇത് എന്നൊക്കെയുള്ള സംശയങ്ങളിലാണ് ഫാദർ ഞങ്ങൾ. പറഞ്ഞു നിർത്തി ഹരി അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. എന്തോ ആലോചനയിലായിരുന്ന അച്ഛൻ നിഷേധഭാവത്തിൽ തലയാട്ടി. അല്ല കുട്ടികളെ, ആ ആത്മാവ് ഒരു സ്ത്രീയുടേതാണ്. ഹരിയും രാജേഷും പരസ്പരം നോക്കി. ഫാദർ, ഞങ്ങളെ സഹായിക്കാൻ ഫാദറിന് കഴിയില്ലേ? രാജേഷ് ചോദിച്ചു. അദ്ദേഹം ഒരു നിമിഷം എന്തോ ആലോചിച്ചിരുന്നു. എന്നിട്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. കർത്താവിന്റെ തിരുരൂപത്തിന് മുന്നിലെത്തി. നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല, പക്ഷേ സഹായിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. ഞങ്ങൾക്ക് ഇതിനു പിന്നിലുള്ള ദുരൂഹത നീക്കിയേ മതിയാകൂ ഫാദർ. അതുകൊണ്ട് അതാരാണെന്ന് പറയൂ. പറയാം ഹരി, ഞാൻ അവനുമായൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ വിളിച്ചോളാം. ഫാദർ, അത്... ഡേവിഡ്സൺ അച്ഛൻ കൈയെടുത്തു വിലക്കി. എന്നിട്ട് നടന്നു അവർക്കരികിലേക്ക് വന്നു. രാജേഷിന്റെ കയ്യിൽ ഒരു കൊന്ത കൊടുത്തിട്ട് പറഞ്ഞു. ഇത് നിന്റെ കഴുത്തിൽ തന്നെ ഉണ്ടാകണം. എന്തുകൊണ്ടാണെന്നറിയില്ല. നിനക്കുമേൽ ഒരാപത്ത് വരാൻ പോകുന്നു എന്നെന്റെ മനസ്സ് പറയുന്നു. ഏത് സാഹചര്യത്തിലും ഇത് ഊരിപ്പോകാനോ പൊട്ടിപ്പോകാനോ പാടില്ല. ശരി ഫാദർ. ഹരി, ഈ കേസ് വെറുമൊരു മിസ്സിംഗ് കേസായി കാണരുത്. ഇതിനു പിന്നിൽ ഒരുപാട് ദുരൂഹതയുള്ള പോലെ തോന്നുന്നുണ്ടെനിക്ക്. അച്ഛൻ പറഞ്ഞു തീർക്കും മുന്നേ ജോസ് പുറത്തുനിന്നും ഓടിക്കയറി. അച്ചോ, അച്ചോ! എന്താ ജോസേ? അത് പുറത്ത്. അയാൾ പുറത്തേക്ക് വിരൽ ചൂണ്ടി. ഹരിയും രാജേഷും പുറത്തേക്ക് പാഞ്ഞു. പുറത്ത് ഗേറ്റിനരികിലായി നിന്നിരുന്ന വലിയ മരങ്ങളിൽ തീയാളിപ്പടരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും നിന്നു. പിന്നാലെ വന്ന അച്ഛൻ ഒരു നിമിഷം നിന്നു. പിന്നെ കയ്യിലിടുന്ന ജപമാല നെഞ്ചോട് ചേർത്തൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആ മരങ്ങൾക്ക് നേരെ എറിഞ്ഞു. തീ അണഞ്ഞു. അതിനൊപ്പം ഒരു തീഗോളം പുറത്തേക്ക് പാഞ്ഞുപോയി. ഹരി, എന്താ ഫാദർ? നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ വിളിച്ചോളാം. ശരി ഫാദർ. അച്ഛനോട് യാത്ര പറഞ്ഞ് രണ്ടാളും ഇറങ്ങി. കാറിൽ താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ രണ്ടാളും ഒന്നും സംസാരിച്ചില്ല. കാർ വീടിനു മുന്നിലെത്തി. ഹരി കാർ പോർച്ചിൽ കയറ്റി നിർത്തി. രണ്ടാളും ഇറങ്ങി. കാറിന്റെ ശബ്ദം കേട്ട് രാഹുൽ വന്ന് ഡോർ തുറന്നു. പിന്നാലെ മുജീബും എത്തി. എന്താടാ ഇത്ര താമസിച്ചത്? ഈ രാഹുൽ ഓരോന്നൊക്കെ പറഞ്ഞു മനുഷ്യനെ വട്ടാക്കുകയായിരുന്നു. ഹരിയും രാജേഷും അകത്തേക്ക് കയറി.
രാഹുൽ, എന്തായി പറഞ്ഞിരുന്ന കാര്യം? ഹരി, ആ പ്രഭാകർ ഒന്നും പറഞ്ഞിട്ടില്ല. വാ തുറപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല, നീ പറഞ്ഞതുകൊണ്ട്. പിന്നെ അവന്റെ ഫോൺ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ടുണ്ട്. അതിലെ കോൾസ് കൂടുതലും പുറത്തു നിന്നുള്ളതാണ്, അതും പല നമ്പർ. അയാളുടെ ഡീറ്റെയിൽസ് മൊത്തം കളക്ട് ചെയ്തു ഹരി. പക്ഷെ അയാളുടെ റിലേറ്റീവ്സ് ആരും വിദേശത്തില്ല. അയാൾ കോളേജിലെ പ്യൂണാണ്. ഭാര്യയും 2 ആൺകുട്ടികളുമാണുള്ളത്. അയാൾക്ക് മാത്രമേ ജോലിയുള്ളൂ. ഈ അടുത്ത് അയാൾ കുമാരപുരത്ത് നിന്നും കുറച്ചു മാറി രാമപുരത്ത് അയാൾ 25 സെന്റ് സ്ഥലം വാങ്ങി. അതും സിറ്റിയുടെ കണ്ണായ സ്ഥലത്താണ്. സെന്റിന് 5 ലക്ഷം വെച്ച്. കൂടാതെ അയാളുടെ പേരിലും ഭാര്യയുടെ പേരിലുമെല്ലാം ലക്ഷക്കണക്കിന് ആസ്തിയുണ്ട്. രാഹുൽ പറഞ്ഞു നിർത്തി. ചിലപ്പോൾ അയാളുടെയോ ഭാര്യയുടെയോ കുടുംബസ്വത്തോ മറ്റോ ആയിക്കൂടെ രാഹുൽ? ഹരി ചോദിച്ചു. ഇല്ല ഹരി, അതൊക്കെ അന്വേഷിച്ചു. കേറിക്കിടക്കാൻ വീടുപോലും ഇല്ലായിടുന്നിടത്തു നിന്നാണ് പ്രഭാകർ ഇത്രയുമൊക്കെ നേടിയെടുത്തത്. അതും വെറും 4 വർഷം കൊണ്ട്. ഹരി എഴുന്നേറ്റു. നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമാണല്ലോ കാര്യങ്ങൾ. പ്രഭാകറിൽ എന്തോ കള്ളത്തരമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് അയാളെ പൊക്കാൻ പറഞ്ഞത്. പക്ഷെ ഹരി, ഈ കേസുമായി പ്രഭാകറിന്റെ ബന്ധമുണ്ടാകുമോ? രാജേഷ് അവനരികിലേക്ക് വന്നു. കണ്ടെത്തണം രാജേഷ്, കണ്ടെത്തും നമ്മൾ. ഹരി പറഞ്ഞു തീരും മുൻപേ രാഹുലിന്റെ ഫോൺ ബെല്ലടിച്ചു. രാഹുൽ ഫോൺ എടുത്തു. ഹലോ. അവന്റെ മുഖഭാവം മാറുന്നത് കണ്ട് 3 പേരും രാഹുലിനടുത്തേക്ക് ചെന്നു. ഫോൺ കട്ട് ചെയ്ത് രാഹുൽ അവരെ നോക്കി. എന്താ രാഹുൽ, എന്തു പറ്റി? ഹരി ചോദിച്ചു. അത് പ്രഭാകറിന് എന്തു പറ്റി? ഹീസ് ഡെഡ്. എങ്ങനെ? അറിയില്ല സർ. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഫുഡുമായി ചെന്നപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നെന്ന്. കണ്ണൊക്കെ തുറിച്ച് എന്തോ കണ്ട് ഭയന്ന പോലെ എന്നാ പറഞ്ഞത്. കം ക്വിക്ക്. ഹരി പുറത്തേക്കിറങ്ങി കാറിൽ കയറി. പിന്നാലെ മറ്റുള്ളവരും. കാർ അതിവേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു. അവരുടെ പോക്കു നോക്കി സിറ്റൌട്ടിൽ ആ കറുത്ത രൂപം നിൽപ്പുണ്ടായിരുന്നു. അതിന്റെ നീണ്ട മുടിയിഴകൾ കാറ്റിൽ പറക്കുന്നുണ്ടായിരുന്നു. തിളങ്ങുന്ന കനൽക്കട്ട പോലെയുള്ള കണ്ണുകൾ അവർ പോയ വഴിയെ പായുകയായിരുന്നു. അതിന്റെ പല്ലുകൾക്കിടയിലൂടെ രക്തം തുള്ളിത്തുള്ളിയായി ആ മാർബിൾ തറയിൽ വീണ് ചിതറിത്തെറിക്കുന്നുണ്ടായിരുന്നു. കാർ നിർത്തിയപാടെ 4 പേരും ഓഫീസിനുള്ളിലേക്ക് ഓടിക്കയറി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ആകെ ഭയന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. പ്രഭാകരനെ ഇരുത്തിയിരുന്ന റൂമിലേക്ക് അവർ കടന്നു ചെന്നു. ഒന്നേ നോക്കിയുള്ളൂ. 4 പേരും ഞെട്ടിത്തരിച്ചു നിന്നു. ഉണങ്ങി ശോഷിച്ചു പോലൊരു കോലം. കണ്ണുകളൊക്കെ പുറത്തേക്കുന്തി, നാക്ക് പുറത്തേക്ക് തള്ളി ഭിത്തിയിൽ ചാരിയിരിക്കുന്ന രീതിയിലായിരുന്നു പ്രഭാകരന്റെ ബോഡി ഇരുന്നത്. അവർ ബോഡിക്കരികിലേക്ക് ചെന്നു. ശരീരം മൊത്തം ചുക്കിച്ചുളിഞ്ഞ് ഒരു വികൃത രൂപം. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ഹരി വിളിച്ചു. എന്താ സംഭവിച്ചത്? അറിയില്ല സർ. അയാൾക്കുള്ള ഫുഡ് കൊടുക്കാനായി റൂം തുറന്നു ചെല്ലുമ്പോൾ ഇങ്ങനാണ് ഞാൻ കാണുന്നത്. എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല. റൂമിൽ നിന്ന് ശബ്ദങ്ങളൊന്നും കേട്ടില്ല. അതുകൊണ്ട് ആരും തുറന്നൊന്നും നോക്കിയില്ല. ഇവിടെ CCTV ഉണ്ടല്ലോ. രാജേഷ് വാ, നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഹരിയും രാജേഷും പുറത്തേക്ക് പോയി. രാഹുലും മുജീബും ബോഡിക്കടുത്തേക്ക് ചെന്നു. തടിയും തണ്ടുമുള്ളൊരു മനുഷ്യൻ. ഇങ്ങനെയായത് എങ്ങനെയാവും രാഹുൽ? മുജീബിന്റെ ചോദ്യം കേട്ട് രാഹുൽ തല ഉയർത്തി അവനെ നോക്കി. എനിക്കറിയാമായിരുന്നെങ്കിൽ പറയില്ലേ. ലൈഫിൽ ആദ്യമായാണ് ഞാനും ഇങ്ങനൊന്ന് കാണുന്നത് തന്നെ. രാഹുലും മുജീബും ആ റൂം ആകെ അരിച്ചുപെറുക്കി. എന്നാൽ അവിടെങ്കും ഒന്നും ഉണ്ടായിരുന്നില്ല. ഹരിയും രാജേഷും CCTV ദൃശ്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മാത്യു സർ അങ്ങോട്ടേക്ക് വന്നു. ഹരി, വാട്ട് ഈസ് ദിസ്? കസ്റ്റഡിയിലെടുത്ത ആൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്ത് എക്സ്പ്ലനേഷനാണ് നിങ്ങൾക്ക് തരാനുള്ളത്? ഇതിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും എനിക്ക്. മാത്യു സർ ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി. ഹരി മാത്യു സാറിനടുത്തേക്ക് ചെന്നു. സർ വരൂ, ഇതൊന്ന് കണ്ട ശേഷം പറയൂ സർ. ഹരി ബോഡി കിടക്കുന്ന മുറിയിലേക്ക് അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ടുപോയി. ബോഡി കണ്ട അദ്ദേഹവും ഒന്ന് പകച്ചു. എന്താണിത്? എങ്ങനെ സംഭവിച്ചു? അറിയില്ല സർ. ബട്ട് ഇയാളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഊറ്റിയെടുത്തിരിക്കുന്നത് പോലെ. ഹരി പറഞ്ഞു നിർത്തി. ഇവിടെയെങ്ങും ചോരപ്പാടോ ഒന്നും ഇല്ല സർ. എങ്ങനെ സംഭവിച്ചു എന്നാണ് ഞങ്ങൾക്കും അറിയാത്തത്. സർ ഇത് നോക്കൂ. രാഹുൽ വിളിച്ചപ്പോൾ മാത്യൂസും ഹരിയും അരികിലേക്ക് ചെന്നു. പ്രഭാകറിന്റെ ശരീരത്തിൽ കഴുത്തിൽ 2 പാടുകൾ രാഹുൽ ചൂണ്ടിക്കാണിച്ചു. എന്താണത്? അറിയില്ല സർ. ബട്ട് വളരെയേറെ ദുരൂഹത തോന്നുന്നു. ഹരി, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കൂ. ബാക്കി ഞാൻ നോക്കിക്കോളാം. പോലീസിനെ പറ്റിച്ച് ഇവിടെ കയറി ഇത് ചെയ്തത് എവനായാലും പിടിച്ചിരിക്കണം, മാത്യൂസ് പറഞ്ഞു. ഹരി, CCTV ചെക്ക് ചെയ്തിരുന്നോ? രാജേഷ് നോക്കുകയായിരുന്നു സർ. രാജേഷ് എന്തായി? ഹരി അവനരികിലേക്ക് ചെന്ന് ചോദിച്ചു. ഇത് നോക്കൂ. രാജേഷ്
സ്ക്രീനിലേക്ക് ചൂണ്ടിക്കാണിച്ചു. പ്രഭാകർ എന്തോ കണ്ടു പേടിച്ചു നിൽക്കുന്നു. അയാൾ കൈയെടുത്ത് എന്തിനെയോ വിലക്കുന്നുണ്ട്. എന്തോ ഒന്ന് അയാളുടെ അടുത്തേക്ക് വരുന്നു. പക്ഷെ ആ ഭാഗം എത്തിയപ്പോൾ സ്ക്രീൻ ബ്ലറായി. ഇതെന്തു പറ്റി? മാത്യു സർ ചോദിച്ചു. അറിയില്ല സർ, പിന്നീടുള്ള എല്ലാ വിഷ്വൽസും ഉണ്ട്. പക്ഷെ അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മാത്രമില്ല. റീവൈൻഡ് ചെയ്തു നോക്കൂ. രാജേഷ് വീണ്ടും ശ്രമിച്ചു. പക്ഷെ ആ ഭാഗം എത്തുമ്പോൾ സ്ക്രീൻ ബ്ലറായി മാറി. എന്താണിത് ഹരി? ഇവിടെയുള്ള എല്ലാ ഫൂട്ടേജും പരിശോധിക്കൂ. രാജേഷ് എല്ലാ ഫൂട്ടേജും ചെക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിലും എന്തോ ഒന്ന് വായുവിലൂടെ ഒഴുകി വരുന്ന പോലെ. ആ ഭാഗം എത്തുമ്പോൾ ബ്ലറായി മാറുന്നു. അത് പോകുമ്പോൾ സാധാരണ പോലെയാകുന്നു. മാത്യൂസ് നെറ്റി തിരുമ്മി. ഇതെങ്ങനെ സംഭവിച്ചു? അകത്തേക്ക് ആരും വന്നിട്ടുമില്ല. പുറത്തുനിന്ന് പൂട്ടിയ റൂം തുറന്നിട്ടുമില്ല. പക്ഷേ ഇതെന്താണ്? ഹരി മാത്യു സാറിന് അടുത്തേക്ക് വന്നു. സർ, പറയുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. തെളിവുകളുമില്ല. പക്ഷേ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഈ കേസിൽ ഇൻവോൾവ്ഡ് ആണ് സർ. താൻ എന്തൊക്കെയാടോ പറയുന്നത്? എന്താ കാർട്ടൂൺ കഥ പറയാനുള്ള നേരമാണോ ഇത്? മാത്യൂസ് കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. പറഞ്ഞത് സത്യമാണ് സർ. സാറിന് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ബട്ട് ഞാൻ പറഞ്ഞത് സത്യമാണ്. പ്രഭാകരന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് സാറിന് മനസ്സിലായില്ലേ? മാത്യു സർ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹവും ആകെ കൺഫ്യൂഷനിലാണെന്ന് ഹരിക്ക് മനസ്സിലായി. മേ ഐ കമിൻ സർ? യെസ്. ആ ഹരി വരൂ. സർ, പ്രഭാകരന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഹരി ഫയൽ മാത്യു സാറിന് കൈമാറി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പ്രഭാകരന്റെ ദേഹത്ത് ഒരു തുള്ളി ബ്ലഡ് പോലുമില്ല എന്ന് തന്നെയാണ്. കഴുത്തിലെ 2 പാടുകളല്ലാതെ വേറെ ഒരു മുറിവ് പോലും ശരീരത്തിലില്ല. ബട്ട് എങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഊറ്റിയെടുക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് ഡോക്ടറും പറയുന്നത്. ഈർപ്പത്തിന്റെ ഒരു അംശം പോലും ആ ബോഡിയിൽ ഉണ്ടായിരുന്നില്ല എന്ന്. ഇറ്റ്സ് ടു ഹൊറിബിൾ ഹരി. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഹരി അറിയില്ലെന്നർത്ഥത്തിൽ തലയാട്ടി. നോക്കൂ ഹരി, നിങ്ങളുടെ ടീം വളരെ എഫിഷ്യന്റ് ആണെന്നുള്ള എന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് നിങ്ങളെ ഏൽപ്പിച്ചത്. അറിയാലോ, ഇതുവരെ അന്വേഷിച്ചതൊന്നും നിങ്ങൾ തെളിയിക്കാതിരുന്നിട്ടില്ല. കോടതിക്ക് മുൻപിൽ നമുക്ക് സൂപ്പർ നാച്ചുറലിന്റെ കഥയൊന്നും പറയാൻ കഴിയില്ലെന്ന് അറിയാലോ. താൻ പറയുന്നത് ശരിയാണെങ്കിൽ ഈ കേസുമായി ഇൻവോൾവ് ആയിട്ടുള്ള പലരും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. സോ ഇനിയൊരു മരണം ഉണ്ടാകാതെ നോക്കി വേണം മുന്നോട്ടു പോകാൻ. എത്രയും പെട്ടെന്ന് ഈ ദുരൂഹതയെല്ലാം നീക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ ഹരിക്ക്? ഉണ്ട് സർ. മാത്യു സാറിന്റെ ക്യാബിനിൽ നിന്നിറങ്ങിയ ഹരി കാറിലേക്ക് കയറി. ഒരുപാട് ചിന്തകൾ അവന്റെ മനസ്സിനെ മതിക്കുന്നുണ്ടായിരുന്നു. കാർ ഡ്രൈവ് ചെയ്യുമ്പോഴും ഹരിയുടെ മനസ്സ് വേറെ എവിടെയൊക്കെയോ ആയിരുന്നു. മുന്നിൽ നീണ്ട ഹോൺ മുഴങ്ങുന്നത് കേട്ടപ്പോൾ ഹരി ചിന്തയിൽ നിന്നുണർന്നു. അവൻ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ബ്രേക്ക് ചവിട്ടി. പക്ഷെ കാർ നിന്നില്ല. ഹരിയുടെ കയ്യിലെ ലോക്കറ്റ് ഒന്ന് വിറച്ചു. അതിനുള്ളിലെ രുദ്രാക്ഷം രക്തവർണമായിരുന്നു. കാറിന്റെ നിയന്ത്രണം തന്റെ കയ്യിലില്ലെന്ന് ഒരു നടുക്കത്തോടെ ഹരി മനസ്സിലാക്കി. പെട്ടെന്ന് തന്നെ ഹരി സംയമനം വീണ്ടെടുത്തു. അവൻ മനസ്സിൽ മുത്തശ്ശനെ ഓർത്തുകൊണ്ട് കയ്യിലെ ലോക്കറ്റിൽ തൊട്ടു. ലോക്കറ്റിലെ രുദ്രാക്ഷത്തിൽ നിന്നും വല്ലാത്തൊരു വൈബ്രേഷൻ ഹരിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് വല്ലാത്തൊരു മുരൾച്ചയോടെ വണ്ടി നിന്നു. ഹരി സീറ്റിൽ നിന്നും ഉയർന്നു പൊങ്ങി. സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതുകൊണ്ട് അവൻ തിരിച്ചു സീറ്റിലേക്ക് തന്നെ വീണു. കുറച്ചു സമയം അവൻ സ്റ്റിയറിംഗിൽ തലവെച്ചിരുന്നു. പിന്നെ പതിയെ തല ഉയർത്തി. കയ്യിലെ ലോക്കറ്റിനുള്ളിലെ രുദ്രാക്ഷം അപ്പോഴും തീക്കട്ട പോലെ ചുവന്നിരുന്നു. ഹരിയുടെ കണ്ണുകൾ പുറത്തെമ്പാടും പാഞ്ഞു. താനിപ്പോൾ നിൽക്കുന്നത് ഒരു മനോഹരമായ ഇരുനില വീടിനു മുന്നിലാണെന്ന് ഹരി കണ്ടു. പക്ഷെ ഏതാണ് സ്ഥലമെന്ന് ഹരിക്ക് മനസ്സിലായില്ല. സീറ്റ് ബെൽറ്റ് അഴിച്ചുവെച്ച് ഹരി കാറിൽ നിന്നിറങ്ങി. തന്റെ മുന്നിൽ കുറച്ചു ദൂരത്തായി ആ കറുത്ത രൂപം നിൽക്കുന്നത് ഹരി കണ്ടു. അയാൾ പിന്നിലേക്ക് ആഞ്ഞുപോയി. ഒരു ചെറിയ ഭയം അവനുള്ളിൽ ഉടലെടുത്തിരുന്നു. ആ രൂപം വീടിനടുത്തേക്ക് ചലിച്ചു. പിന്നെ വായുവിൽ അലിഞ്ഞെന്ന പോലെ കാണാതായി. ഹരി ഒന്ന് സങ്കോചിച്ചു നിന്നു. പിന്നെ അകത്തേക്ക് നടന്നു. കോളിംഗ് ബെൽ അമർത്തി അവൻ വെയിറ്റ് ചെയ്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ കതക് തുറന്നു. ഒരു ചെറുപ്പക്കാരൻ. ആരാണ്? എന്തു വേണം? ഹരി അവനെ അടിമുടി നോക്കി. എവിടെയോ കണ്ടു മറന്നതുപോലെ. കുറച്ചുനേരം ഹരിയുടെ മനസ്സ് ആ ചെറുപ്പക്കാരന്റെ മുഖം മനസ്സിൽ സെർച്ച് ചെയ്തു നോക്കി. അയാളുടെ മുഖത്തൊരു നീരസഭാവം വരാൻ തുടങ്ങി. ഹലോ മിസ്റ്റർ, എന്താ ആലോചിക്കുന്നേ? ആരാണെന്ന് പറയൂ. മാധവല്ലേ? അതെ. നിങ്ങളാരാണ്? ഞാൻ ഹരി, ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്. അത് കേട്ടപ്പോൾ മാധവിന്റെ മുഖത്തുണ്ടായ ഭാവവ്യത്യാസം ഹരി ശ്രദ്ധിച്ചു. സർ, എന്താ എന്റെ വീട്ടിൽ? ഇഫ് യു ഡോണ്ട് മൈൻഡ് നമുക്ക് തന്റെ വീടിനകത്തേക്കിരുന്നാലോ?
മാധവന് വല്ലാത്തൊരു വെപ്രാളം പോലെയുണ്ടെന്ന് ഹരിക്ക് മനസ്സിലായി. അവന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിയുന്നുണ്ടായിരുന്നു. സർ, ഇവിടെ വേറെ ആരുമില്ല, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ഹരി അകത്തേക്ക് കയറി. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ആ രൂപം തന്നെ ഇവിടെ എത്തിച്ചതാണ്. ആദിത്യൻ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ഹരി അകത്ത് കയറി സോഫയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. മാധവ് ഒന്ന് മൂളി. ഹരിയുടെ കയ്യിലെ രുദ്രാക്ഷം അപ്പോഴും കനൽ പോലെ തിളങ്ങിക്കൊണ്ടിരുന്നു. ആ രൂപം ഇവിടെ തന്നെയുണ്ട്. അതാണ് രുദ്രാക്ഷം ചുവന്ന നിറത്തിൽ തന്നെ നിൽക്കുന്നത്, അവൻ ചിന്തിച്ചു. ഹാളിനകത്താകെ ഹരി ഒന്ന് കണ്ണോടിച്ചു. വലിയൊരു ഹാൾ, പണത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിൽ അതിമനോഹരമായി ഇന്റീരിയർ ചെയ്തിരിക്കുന്നു. ഇവിടെ വേറെ ആരുമില്ലെന്ന് മാധവ് പറഞ്ഞു. ഒറ്റയ്ക്കാണോ ഈ വീട്ടിൽ? അതല്ല സർ, അമ്മയും അച്ഛനുമൊക്കെ തറവാട്ടിൽ പോയി. മാധവ് എന്താ പോകാതിരുന്നത്? കമ്പനിയിലെ കുറച്ചു വർക്കുണ്ടായിരുന്നു, അതാ പോകാതിരുന്നത്. പറയുമ്പോഴും മാധവിന്റെ കണ്ണുകൾ മുകളിലേക്ക് പാളിപ്പോകുന്നത് ഹരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാധവ് പറയൂ, ആദിത്യനെ കുറിച്ച്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലേ? എന്തു പറ്റിയതാകാം? അല്ലെങ്കിൽ അന്ന് എവിടെയെങ്കിലും പോകുന്നതായോ മറ്റോ പറഞ്ഞിരുന്നോ? ഇല്ല സർ, അവനൊന്നും പറഞ്ഞിരുന്നില്ല. പോകാൻ സാധ്യതയുള്ളിടത്തെല്ലാം ഞങ്ങൾ തിരക്കി. പക്ഷേ ആദിത്യന് ലവ് അഫെയർസ് വല്ലതുമുണ്ടോ? മാധവ് ഒന്ന് ഞെട്ടിയ പോലെ ഹരിക്ക് തോന്നി. അത് സർ, അങ്ങനൊന്നുമില്ലായിരുന്നു. അവനൊരു പഠിപ്പിസ്റ്റായിരുന്നു. ഹരി ഫോൺ കയ്യിലെടുത്ത് മാധവിന് നേരെ കാണിച്ചു. ഈ പെൺകുട്ടിയെ അറിയാമോ? അവന്റെ കണ്ണുകളിൽ ഒരു ഭയം വന്നു നിറയുന്നത് ഹരി ശ്രദ്ധിച്ചു. ഇല്ല സർ, ഞാൻ ആദ്യമായി കാണുകയാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മാധവ്. ഈ പെൺകുട്ടി നിങ്ങളുടെ ജൂനിയർ ആയിരുന്നു. സർ, കോളേജിൽ ജൂനിയേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരെയും ഓർത്തിരിക്കാൻ പറ്റുമോ? മാധവ് പറഞ്ഞു തീരും മുൻപേ ഭിത്തിയിൽ തൂങ്ങിക്കിടന്ന ക്ലോക്ക് നിലത്തു വീണ് പൊട്ടിച്ചിതറി. മാധവ് ഞെട്ടിത്തരിച്ചുപോയി. അവൻ ചാടി എഴുന്നേറ്റു. ഹരി ഒന്ന് പുഞ്ചിരിച്ചു. മാധവിന്റെ ചെവിക്കരികിലൂടെ ഒഴുകിയിറങ്ങുന്ന വിയർപ്പു കണങ്ങൾ ഹരിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു അവൻ പറയുന്നതെല്ലാം നുണയാണെന്ന്. ക്ലോക്ക് ഭിത്തിയിൽ നിന്നും നിലത്തു വീണതാണ് സർ. തൂക്കിയിട്ടിരുന്ന ആണി ഊരിപ്പോയതാകും. ആയിരിക്കും മാധവ്. ഹരി ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റു. മുകളിലേക്ക് കയറുന്ന സ്റ്റെയറിന്റെ അരികിലേക്ക് നടന്നു. മാധവിന്റെ മുഖത്ത് പരിഭ്രമം ഹരി കാണുന്നുണ്ടായിരുന്നു. നല്ല വീടാണല്ലോ മാധവ്. ഇത് ആരുടെ പ്ലാനാണ്? എന്റെയാണ് സർ. ഞാൻ മുകളിലൊക്കെ ഒന്ന് നോക്കട്ടെ മാധവ്. എനിക്കും ഒരു വീട് വെക്കണമെന്നുണ്ട്. നല്ല പ്ലാനൊന്നും കിട്ടിയില്ല. അവന്റെ മറുപടി കാത്തു നിൽക്കാതെ ഹരി മുകളിലേക്ക് കയറി. എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന മാധവ് ഓടിച്ചെന്ന് ഹരിയുടെ മുന്നിൽ കയറി. സർ, മുകളിലെ റൂം ഒക്കെ പൊടി പിടിച്ചിരിക്കുക. അവിടെ ആരും യൂസ് ചെയ്യാറില്ല. അത് സാരമില്ല മാധവ്, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നതല്ലേ ഉള്ളൂ. ഹരിക്ക് മുകളിലേക്ക് പോകാൻ ആരോ ഉള്ളിലിരുന്നു പറയുന്നത് പോലെ തോന്നി. മാധവിനെ തട്ടിമാറ്റി ഹരി മുകളിലേക്ക് കയറി. മുകളിലെ ആദ്യത്തെ ബെഡ്റൂമിന്റെ വാതിൽ ഹരി തുറന്നു. അവിടെ നിറയെ ബുക്സ് അടുക്കി വെച്ചിരിക്കുന്നു. അതൊരു സ്റ്റഡി റൂമായിരുന്നു. ഹരി ഡോറടച്ച് മുന്നോട്ട് നടന്നു. രണ്ടാമത്തെ റൂമിന്റെ ഹാൻഡിലിൽ കൈവച്ച് ഹരി ഒന്ന് തിരിഞ്ഞു നോക്കി. നിർജീവമായ ഭാവത്തിൽ ഹരിയെ നോക്കിക്കൊണ്ട് മാധവ് നിൽക്കുന്നുണ്ടായിരുന്നു. ഹരി ആ ഡോർ പതുക്കെ തുറന്നു. അകത്തെ കാഴ്ച കണ്ടവൻ ഞെട്ടി പിന്നോക്കം മാറി. കണ്ട കാഴ്ച വിശ്വസിക്കാനാകാതെ ഹരി നിന്നു. പിന്നെ തിരിഞ്ഞു പിന്നിലേക്ക് നോക്കി. മാധവ് നിന്നിടം ശൂന്യമായിരുന്നു. ഹരിയുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. കാലുകൾ ചലിപ്പിക്കാനാകാതെ തറഞ്ഞു നിന്നുപോയി അവൻ.